പാലക്കാട് ധോണിയിൽ വന്യജീവി ശല്യം തടയാൻ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട നാട്ടുകാർ ജനകീയ സമരത്തിനൊരുങ്ങുന്നു. ഇന്നലെ ധോണിയിൽ ചേർന്ന ജനകീയ കൂട്ടായ്മയിലാണ് തീരുമാനം. കാട്ടാനയും പുലിയും കാട്ടുപന്നിയും ഉൾപ്പെടെ ധോണിയിൽ വന്യജീവി ശല്യം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് ധോണിയിൽ ജനകീയ കൂട്ടായ്മ ചേർന്നത്. കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ കൂട്ടായ്മയിൽ പങ്കുവച്ചു. ആനകൾ സ്ഥിരമായി ഇറങ്ങുന്ന പ്രദേശങ്ങളിൽ പട്രോളിംഗ് ശക്തമാക്കണം, കൂടുതൽ RRTകൾ വേണം, വൈദ്യുതി വേലി നിർമ്മാണം പൂർത്തിയാക്കണം തുടങ്ങി 12ഓളം കാര്യങ്ങളാണ് കർഷകർ ആവശ്യപ്പെട്ടത്. ജനങ്ങൾക്കും കൃഷിക്കും ഭീഷണിയുള്ള ഈ പുലിയായാലും ശരി, ആനയായാലും ശരി, പന്നിയായാലും ശരി വെടിവെക്കണം, ഏതെങ്കിലും വെടിവെച്ച് കൊന്ന് അതിനെ തള്ളണം എന്നുള്ളതാണ് പൊതുവെ ഈ യോഗത്തിൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ധോണിയിലെ വൻകിട ക്വാറിയുടെ പ്രവർത്തനവും വന്യജീവികൾ നാട്ടിലിറങ്ങാൻ കാരണമാണെന്ന് യോഗത്തിൽ പങ്കെടുത്ത ദേവസ്യ പറയുന്നു. 2014 മുതൽ ഇവിടെ ഭീമാകാരമായ 2 കോറികൾ വന്നിട്ടുണ്ട്. ഈ കോറികൾ വന്നതിന് ശേഷം ആണ് ഈ പരിസര പ്രദേശങ്ങളിൽ ഈ ആനകളുടെ ശല്യം ഇത്രയും മതി. ആന മാത്രമല്ല, മറ്റുള്ള മൃഗങ്ങളും താഴോട്ടിറങ്ങുകയാണ്. തമിഴ്നാട്ടിൽ നിന്നും മറ്റുമൊക്കെ ആയിട്ടുള്ള ആനകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതുകൾക്ക് എങ്ങോട്ടാണ് കയറിപ്പോകേണ്ടതെന്ന് അറിയത്തില്ല. ബാക്കിയുള്ള ഭൂപ്രദേശങ്ങളിൽ മുഴുവൻ തെങ്ങ്, വാഴ, കമുക്, മറ്റ് സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങൾ മുഴുവൻ താഴത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതുകൾ ഭക്ഷിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഒന്നും ബാക്കിയുള്ള കൃഷികൾ നടക്കില്ല. കർഷകർക്കൊപ്പമുണ്ടാകുമെന്ന് പുതുപ്പരിയാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. നാട്ടുകാർ കടുത്ത ആശങ്കയിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിരന്തരമായ പ്രശ്നമില്ല. കാട്ടാന ഇറങ്ങുന്നു. ഇപ്പോൾ 4 ദിവസം മുമ്പ് തന്നെ ഇവിടെ 2-3 കൃഷിക്കാരുടെ തെങ്ങും തൈകൾ 4 വർഷമായ തെങ്ങും തൈകൾ 10-60 നശിപ്പിച്ചു. അങ്ങനെ നെൽകൃഷികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ ജനങ്ങൾക്ക് നിരന്തരം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്കതിനൊരു പരിഹാരം കാണണം. നമ്മളിതിൻ്റെ പല പ്രതിഷേധ പരിപാടികൾ നടത്തിയിട്ടും അതിലേക്കൊരു പൂർണ്ണമായ പരിഹാരം കാണുന്നില്ല. അപ്പോൾ ജനങ്ങളെയും കൂടെ സഹകരിച്ചു കൊണ്ട് നമുക്ക് അധികാരികളെ കണ്ണു തുറപ്പിക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ആദ്യഘട്ടത്തിൽ മേഖലയിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണയോടെ സർക്കാരിന് നിവേദനം നൽകും. സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിൽ ആലോചിക്കാനും തീരുമാനിച്ചു. അകത്തേത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N. മോഹനൻ, വിനോയ് ചാക്കോ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് മലയാളം, പാലക്കാട്.